അല്പസമയം ദൈവത്തിന്റെ വചന ചിന്തയ്ക്കായി നമുക്ക് ദൈവത്തിലേക്ക് അടുത്തു വരാം. അതിനാധാരമായി ഈ സന്ദേശ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുന്ന ദൈവത്തിന്റെ വചനം 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 Peter chapter 2 verse 8. ആമേൻ. സ്തോത്രം. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. അവർ വചനം അനുസരിക്കാകയാൽ ഇടറിപ്പോകുന്നു, അതിനെ അവരെ വെച്ചുമിരിക്കും. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. ഈ സന്ദേശ ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ തിരുവചനം ദൈവത്തിന്റെ ആത്മാവിനാൽ സംസാരിപ്പാൻ ദൈവം കൃപ നൽകേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം. സ്തോത്രം. പത്രോസ് എഴുതിയ ലേഖനം ശക്തമായ ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവമക്കളുടെ ആത്മീയ വർധനവിന് വേണ്ടി ദൈവസ്ഥൻ എഴുതപ്പെട്ട ലേഖനമാണ്. സ്തോത്രം. ആമേൻ. 1 പത്രോസ് 2:8 നമ്മളോട് വായിച്ചത്. അവർ വചനം അനുസരിക്കായകയാൽ ഇടറിപ്പോകും. സ്തോത്രം. അതിനെ അവരെ വെച്ചുമിരിക്കും. സ്തോത്രം. വചനം അനുസരിക്കുന്നവരുണ്ട്, വചനം അനുസരിക്കാത്തവരുണ്ട്. വചനം അനുസരിക്കുന്നവരുടെ അവസ്ഥ എന്താണ്? വചനം അനുസരിക്കുന്നവരുടെ അനുഗ്രഹം എന്താണ്? വചനം അനുസരിക്കുന്നവരുടെ വിടുതൽ എന്താണ് എന്ന് ദൈവത്തിന്റെ തിരുവചനത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വ്യക്തമായി അറിയിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൈവവചനത്തോട് നമ്മോട് പറയുന്നത്, ദൈവവചനം അനുസരിക്കായകയാൽ ഇടറിപ്പോകും. സ്തോത്രം. അവൻ അന്നും പലരും ദൈവസന്നിധിയിൽ നിന്ന് ഇടറിപ്പോയിട്ടുണ്ട്, ഇന്നും പലരും ഇടറിപ്പോകുന്നുണ്ട്. ഇടറിപ്പോകുന്നതിന്റെ ഒരു കാരണം ദൈവത്തിന്റെ വചനം അനുസരിക്കായികയാണ്. ദൈവവചനം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അത് അനുസരിക്കുവാനാണ്, കേൾക്കാനല്ല. അവൻ ഈ വചനം എടുത്ത് എവിടെയെങ്കിലും കൊണ്ട് വെക്കാനല്ല. ഇതെവിടെയെങ്കിലും വെച്ചാൽ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ചിന്ത പലർക്കുണ്ട്. അതുകൊണ്ട് പലരും നല്ല ഭംഗിയായി സ്തോത്രം അതിനു വേണ്ടിയിട്ടുള്ള പീഠമൊക്കെ ഉണ്ടാക്കി അവൻ വചനമൊക്കെ കൊണ്ട് വെക്കാറുണ്ട്. അവനോട് ലൈറ്റൊക്കെ കത്തിച്ച് വെക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഭയങ്കര ഭക്തിയോടെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം അത് കേട്ടാൽ, അത് കേട്ടിട്ടുണ്ടെങ്കിൽ, ദൈവവചനം എന്നോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത് അനുസരിക്കാനാണ്. അനുസരിക്കുന്നില്ലെങ്കിൽ ഇടറിപ്പോകും. ഇടറും. സ്തോത്രം. അനേകർ ഇടറിയ ഒരു വിശ്വാസ ഗോളമാണ്. ആ വിശ്വാസ ഗോളത്തിലാണ് നാം നിൽക്കുന്നത്. അനേകർ ഇടറിപ്പോയിട്ടുണ്ട്. അനേകർ അനുഗ്രഹം പ്രാപിച്ച് കർത്താവിനോടൊപ്പം ചേർന്നപ്പോൾ പലരും ഇടറിപ്പോയി ആ നാശത്തിലേക്ക് പോകുവാനിടയായി തീർന്നിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുമ്പോ ഇന്ന് രാത്രി പത്രോസ് ആത്മാവിൽ ലേഖനം എഴുതിയ ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആലോചന പരിശുദ്ധാത്മാവിന്റെ രാത്രി നമുക്ക് നൽകുന്നത്, അവൻ ഇടറി പോകുവാൻ സാഹചര്യമുണ്ട്. അവൻ അതിന്റെ നടുവിൽ ദൈവ പൈതല് ദൈവത്തിന്റെ വചനം അനുസരിച്ച്, ദൈവത്തിന്റെ വചനം അനുസരിച്ചാൽ വീട്ടിലുള്ളവരെ അനുസരിക്കും. ദൈവത്തിന്റെ വചനം അനുസരിച്ചാൽ മാതാപിതാക്കളെ കുഞ്ഞുങ്ങൾ അനുസരിക്കും. ദൈവത്തിന്റെ വചനം അനുസരിച്ചാൽ ദൈവദാസന്മാരെ ദൈവമക്കൾ അനുസരിക്കും. ഇന്ന് രാത്രി എല്ലാത്തിന്റെയും കാരണം ദൈവവചനം അനുസരിക്കുക. ഇല്ലെങ്കിൽ തലമുറ ഇടറുക. അവൻ വിശ്വാസികൾ ഇടറിപ്പോവുക. അവൻ പാസ്റ്റർമാരിൽ നിന്ന് വിശ്വാസികൾ ഇടറിപ്പോവുക. എന്താ കാരണം? ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ താല്പര്യമില്ല. ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ താല്പര്യമുള്ളവർ ഇടറിപ്പോകത്തില്ല. ദൈവസഭയോട് ചേർന്ന്, ദൈവദാസനോട് ചേർന്ന് ശക്തമായി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഇടയായി തീരും. ദൈവവചനം അനുസരിക്കുന്ന തലമുറ മാതാപിതാക്കളെ അനുസരിക്കും. മാതാപിതാക്കൾ പറയുന്നത് അവരനുസരിപ്പാനിടയാകും. ഇന്ന് രാത്രി മുൻപേ അനുസരിക്കേണ്ടത് ദൈവത്തിന്റെ വചനമാ. ദൈവത്തിന്റെ വചനം നീ അനുസരിക്കുന്നില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇടർച്ചയുണ്ട്. നീ ഇടറിപ്പോകും. പല ഇടങ്ങളിൽ നീ ഇടറിപ്പോകും. അതിനായിട്ട് അവരെ വെച്ചിരിക്കും. ദൈവവചനം അനുസരിക്കാത്തവൻ ഇടറിപ്പോകാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുക. അതിൽ നിന്നൊരു മാറ്റം വേണമെങ്കിൽ ദൈവവചനം അനുസരിക്കും.
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭ വന്ന് ശക്തമായി ആരാധിച്ച് എത്രയോ പേർ അവർ ഇടറിപ്പോയിരിക്കുന്നു. എന്താ കാരണം? ദൈവവചനം അനുസരിക്കാൻ താല്പര്യമില്ല. ദൈവവചനം കേട്ടു, അവർ രക്ഷിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ടു. എന്നാൽ തുടർന്നുള്ള ആത്മീയ ജീവിതം ദൈവത്തിന്റെ വചനം മാത്രം അനുസരിച്ച് പോയാൽ മുൻപോട്ട് പോകാനൊക്കത്തുള്ളൂ. അത് ദൈവസഭയിൽ നിൽക്കാൻ കഴിയത്തുള്ളൂ. അത് ദൈവവചനം അനുസരിക്കുന്നവന്റെ മുൻപിൽ കർത്താവുണ്ട്. അവന്റെ മുമ്പിൽ കർത്താവ് പോകും. അവന്റെ പുറകിൽ കർത്താവിന്റെ പുറകിൽ അവൻ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവർ അവൻ കർത്താവിനെ നോക്കിക്കൊണ്ട് മുൻപോട്ട് പോകും. അവൻ ഇടറിപ്പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഇടറിപ്പോകാനുള്ളവരെ ദൈവം വെച്ചിരിക്കും. എന്താ കാരണം? വചനം അനുസരിക്കാം. യെശയ്യാവിന്റെ പ്രവചനം 8-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം മുതൽ 15-ാമത്തെ വാക്യം വരെ ഒന്ന് വായിച്ച്. ഐസിയ ചാപ്റ്റർ 8 വേഴ്സ് 11 to 15. യഹോവ ബലമുള്ള കൈകൊണ്ട് എന്നെ പിടിച്ച് എന്നോട് അരുളിച്ചെയ്ത് ഞാൻ ഈ ജനത്തിന്റെ വഴിയിൽ നടക്കാതെ ഇരിക്കേണ്ടതിന് ഉപദേശിച്ചു തന്നതെന്നാൽ, യഹോവ ബലമുള്ള കൈകൊണ്ട് എന്നെ പിടിച്ച് എന്നോട് അരുളിച്ചെയ്തത് ഞാൻ ഈ ജനത്തിന്റെ വഴിയിൽ നടക്കാതെ ഇരിക്കേണ്ടതിന് എനിക്ക് ഉപദേശിച്ചു തന്നതെന്നാൽ, ഈ ജനം കൂട്ടുകെട്ട് എന്ന് പറയുന്നതിനൊക്കെയും കൂട്ടുകെട്ട് എന്ന് നിങ്ങൾ പറയരുത്. അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടും. കേട്ടോ? അപ്പൊ ദൈവവചനം അനുസരിക്കാൻ തടസ്സമായി വരുന്ന കാര്യങ്ങൾ എന്താണ്? പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് അരുളി ചെയ്യുക. അവൻ ബലമുള്ള യഹോവ ബലമുള്ള കൈ കൊണ്ട് എന്നെ പിടിച്ച് എന്നോട് അരുളി ചെയ്തത് അവൻ ഞാൻ ഈ ജനത്തിന്റെ വഴിയിൽ നടക്കാതെ ഇരിക്കേണ്ടതിന് എനിക്ക് ഉപദേശിച്ചു തന്നതെന്നാണ്. ഒരു ജനം സ്വത്രം കൂട്ടുകെട്ട് എന്ന് പറയുന്നതിനൊക്കെ കൂട്ടുകെട്ട് എന്ന് നിങ്ങൾ പറയും. ദൈവത്തിന്റെ ദാസനെ ദൈവം കൈപിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ കരം ആരെ പിടിക്കും? ദൈവ മക്കളെ പിടിക്കും. അവരെ പിടിച്ചുകൊണ്ട് ദൈവം ഉപദേശിക്കുക. ആ ഉപദേശം ദൈവ പൈതൽ ഏറ്റെടുക്കും. സ്വത്രം കൂട്ടുകെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോട് കൂടുവാൻ ദൈവത്തിന്റെ പൈതലിന് വ്യവസ്ഥയില്ല. സ്വത്രം ലോകങ്ങളോട് കൂടുവാൻ ദൈവത്തിന്റെ പൈതലിന് വ്യവസ്ഥയില്ല. കൂട്ടുകെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഞാൻ ലോകത്തിലല്ലേ, എന്റെ കൂടെ താമസിക്കുന്നതല്ലേ, എന്നോടൊപ്പം ജോലി ചെയ്യുന്നതല്ലേ. സ്വത്രം ഹല്ലേലൂയ. സ്വത്രം എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണേ. ഹല്ലേലൂയ. എന്റെ കൂടെ ജോലി ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നീ കൂട്ടുകെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോയാൽ വചനം അനുസരിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ഉപദേശത്തിൽ നിൽക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി പല ദൈവമക്കൾക്കും ദൈവത്തിന് വചനം അനുസരിക്കാൻ കഴിയാത്തതിന്റെ കാരണം ഉപദേശത്തെ ഉപദേശമായി ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് നിൽക്കാൻ കഴിയാത്തതിന്റെ കാരണം പല കൂട്ടുകെട്ട. സന്തോഷമുണ്ടോ? അത് വിട്ടുകളയാൻ പറ്റാത്ത പല കൂട്ടുകെട്ട. പലപ്പോഴും ദൈവവചനത്തെ അനുസരിക്കുന്നതിന് തടസ്സമായി നിന്റെ ജീവിതത്തിൽ ശത്രു കൊണ്ടുവരുന്ന ഒരു പദ്ധതിയില്ല. ആമേ. കൂട്ടുകെട്ട് എന്ന് പറയുന്നതിനൊക്കെ കൂട്ടുകെട്ട് എന്ന് നിങ്ങൾ പറയുന്ന അവർ ഭയപ്പെടുന്നതില് നിങ്ങൾ ഭയപ്പെടുന്നതില് ഭ്രമിച്ചു പോകരുത്. കൂട്ടുകാരൻ എന്തുകൊണ്ട് ഭയമുണ്ട്? കാരണം അവൻ ലോകത്തിൽ ആശ്രയിച്ചിരിക്കുന്നവൻ. ലോകത്തെ ആശ്രയിച്ചിരിക്കുന്ന കൂട്ടുകാരൻ എന്തുണ്ട്? ഭയമുണ്ട്. അവനോട് കൂടുന്നവൻ എന്തുണ്ട്? അവന് ഭയപ്പെടുന്ന കാര്യം നിന്നിൽ കൊണ്ടുവരുവാൻ ഇടവരും. ആ ഭയം നിന്നെ ഭരിക്കുമ്പോ ദൈവത്തിന്റെ വചനം അനുസരിക്കുവാൻ പലപ്പോഴും കഴിയാതെ പോകും. അങ്ങനെ പോയാൽ ദൈവ കൈകളിൽ നീ ഇടറിൽ പോകാൻ സാധ്യതയുണ്ട്. ഒരു പാട്ടിൽ ഇടറി വീഴുക
ഇടതരല്ലേ നീ യേശുനായക. സ്വതന്ത്രം സ്വതന്ത്രം. ഇടറി വീഴുവാൻ ഇടതരല്ലേ. പാടുന്നുണ്ട്. ഇടറി വീഴാതിരിക്കണമെങ്കിൽ നിന്റെ കൂട്ടുകെട്ട് നീ ശ്രദ്ധിക്കണം. സന്തോഷമുണ്ടോ? നിന്നെ ഭയപ്പെടുത്തുന്ന കൂട്ടുകാർ നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ നീ ഭ്രമിച്ചു പോകത്തക്ക നിലയിൽ നിന്റെ വിജയം നീ കൂട്ടുകാരോട് ഷെയർ ചെയ്യുക. ലോകപ്രകാരമുള്ള കൂട്ടുകാരോട് നീ ഷെയർ ചെയ്യുക. നിനക്ക് ഒരു കൂട്ടുകാരനെ ഉള്ളൂ. ദൈവവചനം അനുസരിക്കുന്ന ദൈവവൈദ്യര് നിനക്കൊരു സഖിയെ ഉള്ളൂ. ഒരു കൂട്ടുകാരനെ ഉള്ളൂ. കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി ജീവൻ തന്ന എന്റെ പ്രാണ സ്നേഹിതൻ ഒരു കൂട്ടുകാരനെ ഉള്ളൂ. ആ കൂട്ടുകാരനപ്പം വേറൊരു കൂട്ടില്ല. ആ കൂട്ടുകാരനെ വിട്ട് വേറെ പലതിനോട് കൂടാൻ പോകുമ്പോഴാ ദൈവവചനം അനുസരിക്കാൻ കഴിയുക. സ്വതന്ത്രം സ്വതന്ത്രം. ദൈവത്തെ അനുസരിക്കാതെ ദൈവവചനത്തെ അനുസരിക്കാതെ ഇടറി വീണിട്ട് അവൻ പാസ്റ്ററെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സഭയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ പലതിലും ആശ്രയിക്കുക. കൂട്ടുകെട്ട എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ഭയപ്പെടുത്തുന്ന പലതിലും നീ ആശ്രയിക്കുക. നിന്റെ കരം പിടിച്ച് നിന്നെ ഉപദേശിപ്പാൻ കഴിവുള്ളവനാ അവൻ നിന്റെ പ്രാണ സ്നേഹിതനായ യേശു ക്രിസ്തു. ആ യേശു നിന്റെ മുൻപിൽ ഉണ്ടെങ്കിൽ ആ യേശു നിന്റെ വലത്തുഭാഗത്തുണ്ട്. നിനക്ക് വേണ്ട ഉപദേശം തരുക, നിനക്ക് വേണ്ട ആലോചന തരുക. ആ കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ആ കൂട്ടുകെട്ട് മാത്രം മതി കേട്ടോ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടവല്ല. കൂട്ടുകെട്ട് കൂട്ടൊക്കെ നല്ലതാണ് അല്ലേ? പക്ഷെ കൂട്ടം കെട്ടിയാൽ സ്വതന്ത്രം പ്രാർത്ഥനയോടാണല്ലോ. മനസ്സിലായില്ലേ? കൂട്ടങ്ങ് കെട്ടാകരുത്. ചിലർ പറയുന്ന പിള്ളേരുടെ പാട്ട് ചങ്കാണ്. മനസ്സിലായില്ലേ? കുഞ്ഞുങ്ങള് വചനമനുസരിക്കാത്ത കാരണം കൂടി സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. പ്രാർത്ഥിക്കണേ. കുഞ്ഞുങ്ങൾ ആരെ കൂട്ടണം? കർത്താവിനോട് പോകും. പലരോട് കൂടിക്കോട്ടെ, പക്ഷെ കൂട്ടുകെട്ടി പോകും. കൂട്ടുകെട്ട് കർത്താവിനോടൊപ്പം ആയിരിക്കണം. പ്രിയ മാതാവ്, നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. എന്റെ തലമുറ കൂട്ടുകെട്ടത് എന്റെ യേശുവിനോടാ. നീ പിതാവിന്റെ പ്രാർത്ഥിക്കുക. എന്റെ തലമുറ എന്റെ കർത്താവിനോടായിരിക്കണം കൂട്ടുകെട്ടേണ്ടത്. അല്ല എങ്കിൽ അവർ വചനം അനുസരിക്കത്തില്ല. എന്തുകൊണ്ട് പെന്തക്കോസ്തിനകത്ത് തലമുറ ദൈവവചനം അനുസരിക്കുന്നില്ല? തലമുറ ഇടറി വീഴുക. ദൈവവചനം അനുസരിക്കാത്തവർ ഇടറി വീഴും. അതിനായിട്ട് ദൈവം വെച്ചിരിക്കുക. ദൈവവചനം അനുസരിച്ചാൽ അവൻ ഇടറി വീഴത്തില്ല. ദൈവം അവന് മാറ്റം വരുത്തും. കൂട്ടുകെട്ടേണ്ടത് അവൻ പ്രാണ സ്നേഹിതൻ, നിനക്ക് വേണ്ടി ജീവൻ തന്ന, നിനക്ക് വേണ്ടി പ്രാണം വെടിഞ്ഞ യേശുവിനെ മാത്രമേ കൂട്ടുകെട്ടാവൂ. അവിടെ ഭയമില്ല, ഭയമില്ല. അവിടെ നിന്നെ ഭയപ്പെടുത്തുന്ന പ്രശ്നമില്ല. നിന്നെ ധൈര്യം നൽകുന്ന ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, നിന്റെ പ്രാണ സ്നേഹിതനായ യേശുവിനോടൊപ്പം നീ കൂട്ടുകൂടിയ അവൻ പരിശുദ്ധാത്മാവിനെ അവൻ നിന്റെ മൺകൂടാരങ്ങളിൽ പകരും. ആ പരിശുദ്ധാത്മാവ് അവൻ ഭയത്തിൽ നിന്ന് നിന്നെ ശക്തീകരിക്കും. നിന്നെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ നിന്റെ ചുറ്റുപാടുമുണ്ട്. ഈ വചനം പ്രസംഗമായി വചനം പഠിക്കാൻ പോകുന്നു. വചനം കേട്ടുകൊണ്ടിരുന്ന ചിലർക്ക് അപ്പോഴും പാടണം. സ്വോത്രം സ്വോത്രം. എന്തോ ഭാഷ പറയുന്നെങ്കിൽ ശരിയാണോ എന്ന് നോക്കാനായിരിക്കും. സ്വോത്രം 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 സ്വോത്രം. ഉണ്ട് അവൻ നിന്റെ കൂട്ടുകെട്ടവിടെ കർത്താവിനോടൊപ്പം ആണെങ്കിൽ പ്രാർത്ഥനയോടൊപ്പം നീ യേശുവാ നിന്നോട് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുന്നത്. പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ ഒരു ഭാവ്യ വ്യക്തിയായി അവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ദൈവാത്മാവ് എടുത്ത് ഉപയോഗിക്കുന്നത്. ദൈവാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുന്നത്. അത് ദൈവത്തോടെ ഇതമല്ലാത്ത കൂട്ടുകെട്ട് നിനക്ക് വേണ്ട. സ്വോത്രം. ചില സമയത്ത് ചിലർ പറയാറുണ്ട്, പാസ്റ്റേ ഞാൻ ആ പുള്ളിക്ക് വേണ്ടി ഒന്ന് പോയതാ, എന്തോ പ്രാർത്ഥന വീട്ടിലേക്ക് പോയതാ, അപ്പൊ കൂട്ടായതാ. സ്വോത്രം സ്വോത്രം. പ്രാർത്ഥനയെ ഉയർത്തി, കൂട്ടായ്മ ഉയർത്തി,
കൂട്ടുകെട്ടി പോവാ. വചനം അനുസരിക്കാൻ പറ്റുമോ? വചനം എന്താ പറയുന്നത്? ഈ പ്രാർത്ഥനയ്ക്ക് പോകണം അല്ലേ? കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥിക്കണം അല്ലേ? ഉപദേശം ആചരിക്കണം അല്ലേ? ഇതല്ലേ പറയുന്നത്. അപ്പൊ കൂട്ടുകാരന് വേണ്ടി പോയാലും കൂട്ടുകെട്ടിയാലും പോവാം. അങ്ങനെ പോകുന്നവൻ അനുസരിക്കുന്നില്ല, അവൻ ഇടറി വീഴും. പറയുക അവൻ ഹാലലൂയ. അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടുക, ഭ്രമിച്ചു പോവുകയും. 13ാമത്തെ വാക്യം വായിച്ചു. സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിപ്പീൻ. സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിപ്പീൻ. അവൻ തന്നെ നിങ്ങളുടെ ഭയവും, അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയും ആയിരിക്കട്ടെ. നിങ്ങളുടെ ഭീതിയുമായിരിക്കട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവൻ ആരെ ശുദ്ധീകരിക്കണം? സൈന്യങ്ങളുടെ യഹോവയെ. ദൈവസനി ശുദ്ധീകരണമുള്ളവരായി ദൈവസനി നിന്ന് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ ഭയപ്പെട്ട് ഭക്തിയോടെ ദൈവസനി നിൽക്കണം. അവിടെ നീ കൂട്ടുകാരനെ അവൻ ഭയപ്പെടുന്നതിന് നീ ഭയപ്പെടാൻ പോകരുത്. ഈ ലോകത്തിലുള്ളതിന് നീ ഭയപ്പെടാനോ ഭ്രമിക്കാനോ പോകരുത്. നിന്നെ നടത്തുന്ന ദൈവത്തെ നീ ഭയപ്പെടണം. നിന്റെ ഭയം ദൈവസനിലാണ്. നിനക്ക് വേണ്ടി പ്രാണൻ തന്നവനെ നീ ഭയപ്പെടും. ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയും ആയിരിക്കട്ടെ. എന്നാൽ അവൻ ഒരു വിശുദ്ധ മന്ദിരമായിരിക്കും. സ്തോത്രം. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവൻ ആരെ ഭയപ്പെടും? ദൈവത്തെ ഭയപ്പെടും. അവന്റെ ഭീതി ആരായിരിക്കും? ദൈവമായിരിക്കും. സകലതും അറിയുന്ന ദൈവത്തെ അവൻ ഭയപ്പെടും. അവൻ സകല രഹസ്യങ്ങളും കാണുവാൻ കഴിവുള്ള ദൈവത്തെ ഭയപ്പെടും. നിന്റെ രഹസ്യവും പരസ്യവും അറിയുന്ന ദൈവത്തെ നീ ഭയപ്പെടും. അവന്റെ മുമ്പിൽ സകലവും നഗ്നവും മരണവുമായി കിടക്കുന്നു. അവനോട് നിനക്ക് കാര്യം. ദൈവവചനം അനുസരിക്കാത്തവന് ദൈവത്തോട് കാര്യമില്ല. സ്തോത്രം. അവൻ ഇടറിപ്പോകുമെങ്കിൽ ഇന്ന് രാത്രി ഇടറിപ്പോകാതെ ശക്തിയോടെ ദൈവസ്ഥനിൽ നിൽക്കുന്നവ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരാ. ഭാഷയെ അനുസരിക്കുന്നവരല്ല, അവരെ ബാലിക ലോകത്തെ അനുസരിക്കുന്നവരല്ല, ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നവർ അവരുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ അവൻ ഇടറിപ്പോകത്തില്ല. അവൻ പിടിച്ചു നിൽക്കും. ദൈവത്തെ ഭയപ്പെടും. അവനൊരു വിശുദ്ധ മന്ദിരമായി അവൻ ദൈവത്തിന്റെ സന്നിധി വിശുദ്ധീകരിച്ചു. കണ്ടോ? ദൈവവചനം അനുസരിക്കുന്നവൻ തന്നെ തന്നെ ദൈവസന്നിധി അവനെ കണ്ടോ വിശുദ്ധീകരിക്കും. അവനൊരു വിശുദ്ധ മന്ദിരമായിരിക്കും. അവനിൽ ദൈവം വസിക്കും. എവിടെയാ ദൈവം വസിക്കുന്നത്? അവൻ ദൈവത്തിന്റെ മന്ദിരം. എവിടെയാ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം? അവൻ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമല്ലോ. ഇന്ന് രാത്രി ദൈവവൈദ്യുതി നീ ഒരു വിശുദ്ധ മന്ദിരമായി നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം അനുസരിക്കുക. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തെ ഭയപ്പെട്ട ദൈവത്തെ ഭക്തിയോടെ ദൈവസ്ഥനിൽ നിന്ന നീ ഒരു വിശുദ്ധ മന്ദിരമായി നിൽക്കും. പരിശുദ്ധനായ ദൈവം നിന്റെ മേൽ പ്രവർത്തിക്കും. നീ അഭിഷേകമുള്ളവരാ ദൈവസ്ഥനിൽ നിൽക്കും. അവൻ കർത്താവിന് വേണ്ടി നീ പ്രയോജനപ്പെടും. ദൈവത്താൽ നീ അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകും. നീ ഇടറിയുവാൻ ഇടയാകത്തില്ല. നിന്റെ പരമായി ഇടറിപ്പോകത്തില്ല. സ്തോത്രം. എന്നാൽ അവനൊരു വിശുദ്ധ മന്ദിരം. എങ്കിലും ഇസ്രായേൽ ഗൃഹത്തിനും രണ്ടിനും അവൻ ഇടച്ചക്കല്ലും തടകൽ പാറയും യെരൂശലേം നിവാസികൾക്ക് ഒരു കുടുക്കും കെണിയുമായി. പലരും അതിന്മേൽ തട്ടി വീണ് തകർന്നു പോയി കെണിയിൽ കുടുക്കി കേട്ടോ. സ്തോത്രം. പല കെണിയിലും പലരും കുടുങ്ങും. ആരാ കുടുങ്ങുന്നത്? ദൈവവചനം അനുസരിക്കാത്തവൻ കുടുങ്ങും. അവൻ തട്ടി വീഴും. സന്തോഷമുള്ള ദൈവം രാത്രി ആരെ അനുസരിക്കണം? ദൈവത്തെ അനുസരിക്കണം. ദൈവവചനത്തെ അനുസരിക്കണം. ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ദാസന്മാർ അവർ ശക്തമായ അള്ളപ്പാട് ദൈവവചനത്തോടെ പറയുമ്പോൾ നീ ചിന്തിച്ചുകൊണ്ട് അതും ചിന്തിച്ചുകൊണ്ട് അവന്റെ വീട്ടിലുള്ളത് ചിന്തിച്ചുകൊണ്ട് ലോകത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കാനല്ല ദൈവം നിന്നെ ഓടിക്കൊണ്ടുവന്നത്. ദൈവത്തിന്റെ വചനം ആത്മാവിൽ പ്രസംഗിക്കുമ്പോൾ ആത്മാവിൽ ദൈവം നിന്നോട് സംസാരിക്കുമ്പോൾ ആലോചന ശ്രദ്ധയോടെ കേട്ട് അത് ഏറ്റെടുത്ത അതനുസരിച്ചാൽ ഇല്ലേ പല ഗണിയിൽ നീ അകത്തും. കാരണം അനേക ഇടറി വീണോണ്ടിരിക്കും. ദൈവത്തെ അനുസരിക്കാത്തവരെല്ലാം അവൻ ഒരു തള്ളിക്കളഞ്ഞ മൂലിക്കല്ലായി ഇരിക്കുക. ഈ മൂലക്കല്ലിന്റെ മേൽ പലരും തട്ടി വീഴും കേട്ടോ. പലരും ഈ കല്ല് തട്ടി വീഴുന്ന രാത്രി അവൻ സ്വന്തം ദൈവത്തെ അറിയാത്തവനോട് നീ കൂടിയ ദൈവത്തെ അനുസരിക്കാത്തവനോട് നീ കൂടിയ അവരൊരു മൂല
കല്ലായിരിക്കുക. ഒരു പ്രയോജനമില്ലാത്ത കല്ലായിരിക്കുക. നീ ഒരു പ്രയോജനമില്ലാത്ത കല്ലായിരുന്നു. എന്നാൽ കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ നീ ഒരു പ്രയോജനമുള്ള കല്ലായി മാറി. എന്നാൽ നിന്നെ തട്ടിയിടാൻ, അവരെ കെണിയിൽ അകപ്പെടുത്താൻ അവരെ പല കല്ലുകൾ, മൂലക്കല്ലുകളുണ്ട്. അതെ, തട്ടി നീ വീഴരുത്. ദൈവവചനം അനുസരിച്ചോണം. ഇതിനകത്ത് സന്തോഷമുള്ളത് ദൈവവചനം അനുസരിച്ചോണം. അതാണ് പരിശുദ്ധാത്മാവ് യെശയ്യാവിലൂടെ വ്യക്തമായി അറിവ് ചെയ്യുന്നത്. ആമേൻ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. 1 പത്രോസ് നമ്മൾ വായിച്ചത് 7-ാം വാക്യമാണ്. ആമേൻ. സ്തോത്രം. 2:7 വായിക്കുന്നത്. ആമേൻ. 1 Peter chapter 2:7 എന്ന് വായിച്ചു. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് സ്തോത്രം. നമ്മൾ എന്താണ് വായിച്ചത്? 7-ാം വാക്യമാണ് പോവാം. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലു തന്നെ മൂലക്കല്ലും ഇടച്ചക്കല്ലും തറക്കൽപ്പാറയുമായി കേട്ടോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് കേട്ടോ. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന ദൈവത്തിന് നിനക്കൊരു മാന്യതയുണ്ട്. നീ ഒരു മാന്യത. നിന്നെ ആരും മാനിക്കേണ്ടെങ്കിലും ദൈവത്തിന്റെ വചനം നീ അനുസരിച്ച് ദൈവസനി നിന്നാൽ ദൈവം നിന്നെ മാനിക്കും. ആ ചിലരുടെ കംപ്ലൈന്റ് എന്തോ, എന്നെ ആരും മാനിക്കുന്നില്ല, എന്നെ ആരും ഗമനിക്കുന്നില്ല, എന്നെ ആരും വിളിക്കുന്നില്ല, എന്നോട് ആരും ഒന്നും ചോദിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്ന്. സ്വന്തം നീ വരണ്ടാടാവൂരി. നീ അവിടെ ഇരുന്നോന്നേ. നീ വിശ്വസിച്ചുകൊണ്ട് ദൈവവചനം അനുസരിച്ച നിന്നെ മാനിക്കുന്നവനാ ദൈവം. നിന്നെ മാനിച്ച ദൈവമാ. സ്വന്തം സ്വന്തം വിശ്വസിച്ചുകൊണ്ട് ദൈവവചനം അനുസരിക്കും. വിശ്വാസത്തോടെ ദൈവസ്ഥയിൽ നിൽക്കണം. വചനം അനുസരിക്കുന്നവൻ വിശ്വാസത്തോടെ നിൽക്കണം. അവനെ സ്വർഗം മാനിക്കും. നിന്നെ അപമാനിക്കാൻ പലരും നോക്കുമ്പോ, അപമാനിക്കാൻ ശത്രു നോക്കുമ്പോ നിന്നെ മാനിക്കുന്നത് നീ ദൈവവചനം അനുസരിച്ച് ദൈവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട്. ഹല്ലേലൂയ. നിന്നെ കളിയാക്കാൻ പലരും കാണും, നിന്നെ പരിഹസിക്കാൻ പലരും കാണും. എന്നാൽ ഇതിനകത്ത് പരിശുദ്ധാത്മ പറയുന്നു, വിശ്വാസത്തോടെ ദൈവത്തിന്റെ വചനം നീ ഏറ്റെടുത്താൽ സ്തോത്രം. വിശ്വാസത്തോടെ വചനം അനുസരിച്ചാൽ നിന്നെ പരിഹസിക്കാൻ പറ്റില്ല. വിശ്വാസത്തോടെ നീ വചനവും അനുസരിച്ചു അവനെ ഉറക്കം തൂങ്ങിയായി നടന്നാൽ നിന്നെ കൂടാൻ ഇഷ്ടം പോലെ വരും. പലരും നമ്മളോട് കൂടാത്തതിന്റെ കാരണം എന്ന് മനസ്സിലായി. സ്വന്തം പലരും നമ്മളോട് കൂടാൻ കഴിയത്തില്ല. എന്താ കാരണം? കൂടണ്ടാന്നേ. ഞാൻ വിശ്വാസത്തോടെ എന്റെ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ദൈവസനി നിൽക്കുന്നതുകൊണ്ട് കൂട്ടുകെട്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കെട്ടാൻ ആർക്കും കാവി കഴിയത്തില്ല. എന്നെ ആർക്കെങ്കിലും കെട്ടാമെന്ന് വിചാരിച്ച, കൂട്ടുകെട്ടാമെന്ന് വിചാരിച്ച നടക്കത്തില്ലെന്ന്. എന്റെ ദൈവത്തിന് അനുഗ്രഹമാ. എന്റെ മാനിപ്പാനിടയാകും. ഞാൻ മാനിതനായി മാറും. ഒരു യോഗ്യതയില്ലാതിരുന്നേ സ്വർഗം മാനിച്ചതിന്റെ കാരണം വിശ്വാസത്തോടെ ദൈവത്തിന്റെ വചനം ഞാൻ ഏറ്റെടുത്ത് അനുസരിച്ചതുകൊണ്ട് എന്നെ വിട്ട് പലരും മാറിപ്പോയി. അവൻ കൂട്ടുകെട്ടെന്ന് പറഞ്ഞുകൊണ്ട് പലരും മാറിപ്പോയതുകൊണ്ട് ദൈവകൃപയിൽ നിൽക്കുന്നത് കൊണ്ട് ഇടവിപ്പോകാതെ ദൈവത്തിന് നിൽക്കുന്നു. ദൈവം മാനിച്ചതല്ലാതെ മറ്റൊന്നുമില്ല. ദൈവം സന്തോഷമുണ്ടോ? ദൈവം രാത്രി സന്തോഷമുണ്ടോ? മാനിക്കപ്പെട്ടോ? നീ മാനിക്കപ്പെട്ടോ? വചനം അനുസരിച്ച് വിശ്വാസത്തോടെ അനുസരിച്ച് കർത്താവിന്റെ വചനം പറയുന്നത് ഈ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചു എന്നുള്ള വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിന്റെ വചനം അത് നീ അനുസരിക്കണം. വിശ്വാസത്തോടെ വരണം. അല്പം ബുദ്ധിമുട്ടുണ്ട്, ചൂടിന്റെ കാഠിന്യമുണ്ട്, ശരീരത്തിന് ക്ഷീണമുണ്ട്, ഭാരമുണ്ട്, എങ്കിലും സാരമില്ല. ഞാൻ വിശ്വാസത്തോടെ പോകുകയാണ്. എന്റെ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിന്റെ വചനം ഞാൻ പോകുമ്പോ അവ എന്റെ ദൈവം മാനിക്കും. എന്റെ ദൈവം മാനിപ്പാനിടയാകും. ഞാൻ ഇടറിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എന്റെ കർത്താവിന്റെ കൂടെയുണ്ട്. ഒരു മൂലക്കല്ലായിരുന്ന ഞാൻ അവരൊരു പ്രയോജനമുള്ള കല്ലായി മാറി. പലരും തള്ളപ്പെട്ടു, പലരും തള്ളപ്പെട്ടു. എന്റെ ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചു. ആ ദൈവത്തെ അനുസരിച്ചു, ആ ദൈവത്തിന്റെ വചനം അനുസരിച്ചു, ദൈവത്തെ മാത്രം അനുസരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ ഇന്ന് രാത്രി കഴിയുന്നു. നമ്മുടെ ജീവിതത്തിലെ ക്രമം വചനത്തിന് മുമ്പാകുന്ന സമർപ്പിക്കാം. ഒന്ന് ചിന്തിക്കാനുണ്ടെന്ന സമയം ഞാൻ നിർത്തുകയാണ്. രാത്രി ദൈവമക്കളെ കേട്ട നല്ല ആലോചന അമ്മത്തിന്റെ താഴ്ത്തി സമർപ്പിച്ചു നമുക്ക് ദൈവത്തിലായിരിക്കാം. ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.